ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, അതായത് നമുക്കറിയാം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കണം. ഡിബഞ്ചറിൻ്റെ മേലെ 10% ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ 7% ഡിബഞ്ചേഴ്സ് എന്നൊക്കെ എഴുതി കാണാറില്ലേ, അതാണ് ആ 7% ആണ് ഇൻട്രസ്റ്റിൻ്റെ റേറ്റ്. അപ്പോൾ കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് ഒന്നെങ്കിൽ ഇയർലി കൊടുക്കും അല്ലെങ്കിൽ ഹാഫ് ഇയർലി കൊടുക്കും. അങ്ങനെയാണ് സാധാരണ കൊടുക്കാറ്. ഇപ്പോൾ 1000 ഡിബഞ്ചേഴ്സ് 10% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ചാന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? എത്ര 1000 × 100 1 lakh ആണ് കമ്പനി വാങ്ങിച്ച എമൗണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വാങ്ങിച്ച എമൗണ്ട്. ഇതിൻ്റെ 10% ആണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് 1 lakh × 10%, എത്ര? 10,000 റുപ്പീസാണ് ഇൻട്രസ്റ്റ് കമ്പനി ഇയർലി കൊടുക്കേണ്ടത്. അത് ഹാഫ് ഇയർലി ആക്കി കൊടുക്കണമെങ്കിൽ 10,000ൻ്റെ ഹാഫ് 5,000 ആയിട്ട് 2 പ്രാവശ്യമായിട്ട് കൊടുക്കണം. ഇനി ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ ആ ഇൻകം ടാക്സ് ഡിബഞ്ചർ ഹോൾഡേഴ്സാണ് പേ ചെയ്യേണ്ടത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഈ ഇൻട്രസ്റ്റ് എമൗണ്ടിൽ നിന്നും കുറക്കാൻ പറ്റും ഇൻകം ടാക്സ്. ഇപ്പോൾ ഇൻകം ടാക്സ് ഇപ്പോൾ 10% ആണെന്ന് വിചാരിക്കും. 10% പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഈ 10,000ൻ്റെ 10% കുറക്കുക. അപ്പോൾ 5,000 ആണ് ആദ്യം ഫസ്റ്റ് ഹാഫ് ഇയറിലേക്ക് വാങ്ങുന്നത്. അപ്പോൾ 5,000ൻ്റെ 10% ഇൻകം ടാക്സ് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സ് നമ്മൾ കമ്പനി കൊടുക്കാനുള്ള പൈസയിൽ നിന്ന് കുറക്കാൻ പറ്റും. അപ്പോൾ 5,000ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 500 റുപ്പീസ്. 5,000 × 10% 500 റുപ്പീസ് കുറച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി ഇൻട്രസ്റ്റ്. കാരണം ഈ ഇൻകം ടാക്സ് ഇവരുടെ അടുത്തു നിന്നാണ് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അടുത്താണ് വാങ്ങേണ്ടത്. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് എമൗണ്ടിൽ നിന്ന് ആ 500 കുറച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി. ഇനി ജേണൽ എൻട്രീസ് നോക്കാം. ജേണൽ എൻട്രീസ് ആദ്യം ഡ്യൂ ആവുന്ന എൻട്രി, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി, പിന്നെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന എൻട്രി. അത് 2 പ്രാവശ്യം ആയിട്ടാണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, വർഷത്തിൽ 2 പ്രാവശ്യമാണെങ്കിൽ ആദ്യം സാധാരണ ഇയർ വൈസ് ആണെങ്കിൽ ജൂണിലായിരിക്കും ഫസ്റ്റത്തത് വരാം. അപ്പോൾ ജൂൺ 30-ന് ഡ്യൂ ആവും ഫസ്റ്റ്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി 5,000 റുപ്പീസ് ജൂൺ 30ക്ക് ചെയ്താൽ, പിന്നെ പേ ചെയ്യുന്ന എൻട്രി ചെയ്താൽ ബാക്കി 5,000 എപ്പോഴാണ്? പിന്നെ 6 മാസം കഴിഞ്ഞാൽ, അതായത് ഡിസംബർ 31-ന് ഡ്യൂ ആവുന്ന എൻട്രി പേ ചെയ്യുന്ന എൻട്രി ചെയ്താൽ. ഫസ്റ്റ് എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ആർക്കാണ് ഡിബഞ്ചർ പേ ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്? ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അല്ലേ? ഡിബഞ്ചർ ഹോൾഡേഴ്സിലേക്കാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എത്രയാണ് എമൗണ്ട്? 10,000 ആണെങ്കിൽ ഇതിൻ്റെ ഹാഫ് 5,000 ഡ്യൂ ആയി. ഇനി റിസീവ് ചെയ്യുന്ന എൻട്രി, പേ ചെയ്യുന്ന എൻട്രി എന്ന് പറഞ്ഞാൽ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് വരും, ബാങ്ക് അക്കൗണ്ട്. ഇത് 2 പ്രാവശ്യം വരും. അപ്പോൾ ടാക്സ് ഉണ്ടെങ്കിൽ, അതായത് ഇൻകം ടാക്സ് ക്വസ്റ്റ്യനിൽ ഇൻകം ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ് 10% ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ, എത്ര പെർസെൻ്റാണെന്ന് വെച്ചാൽ അത്ര പെർസെൻറ്റും തന്നിട്ടുണ്ട്. ഡിഡക്റ്റബിൾ അറ്റ്
സോഴ്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഇൻകം ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്? ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് ഇൻകം ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഈ 5,000 നിന്ന് ടാക്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്താൽ മതി. അപ്പോൾ ടാക്സ് എത്ര? 5,000ൻ്റെ ക്വസ്റ്റ്യനിൽ 10% ഡിഡക്റ്റബിൾ ടാക്സ് ഓഫ് 10% തന്നാണെങ്കിൽ 5,000ൻ്റെ 10%. 5,000 ഇൻറ്റു 10% എത്ര? 500 rupees ടു ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ടിലേക്ക് പോകും. അപ്പോൾ 500 rupees എവിടെ നിന്ന് എടുത്തിട്ടാണ് പോകുന്നത്? ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റിന് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ 5,000 മൈനസ് 500 ബാക്കി 4,500 ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ടാക്സ് വരുമ്പോൾ എൻട്രി വരിക. ഇനി ഇത് പേ ചെയ്യുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ 4,500 പേ ചെയ്ത എൻട്രി ചെയ്ത. ഇനി വീണ്ടും അടുത്ത 6 മാസം കഴിഞ്ഞാൽ December 31 ഇതേ എൻട്രി ചെയ്തണം. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇങ്ങനെ തന്നെ വീണ്ടും 2 പ്രാവശ്യം വന്നു. ഇനി ഈ ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഈ 500 ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ ഇങ്ങനെ 2 പ്രാവശ്യം വന്നാൽ 500 വരില്ല. അത് 1,000 ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി എഴുതാം. ബാങ്ക് അക്കൗണ്ട് 1,000. ഇനി അടുത്ത എൻട്രി ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്യണം. എത്ര ഇൻസ്റ്റാൾമെൻറ്റ് അത്ര ഇൻസ്റ്റാൾമെൻറ്റ് അടിച്ച് ഒന്നിച്ചിട്ട് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യനിൽ ഇഷ്യൂ മുതലുള്ള എൻട്രി എഴുതാൻ പറഞ്ഞാൽ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതും എഴുതാൻ പറയും. അപ്പോൾ സാധാരണ ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ എഴുതുന്ന എൻട്രീസൊക്കെ എഴുതാം. എന്നിട്ട് ഇതും കൂടി ഇൻട്രസ്റ്റ് പറയുമ്പോൾ ഇൻട്രസ്റ്റും കൂടി എഴുതാം.